ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം നമ്മളൊരു യാത്ര പോവാണ്. ഈ തവണ നമ്മൾ ബസ്സിലും ട്രെയിനിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ഞാനപ്പോൾ എറണാകുളത്ത് നിന്നാണ് ട്രെയിനിൽ കയറിയത്. അത്യാവശ്യം നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സീറ്റും കിട്ടിയില്ല. അങ്ങനെ കുറേ നേരം ട്രെയിനിൽ ഇരുന്ന് സമയം പോയതിന് ശേഷം നമ്മൾ അവസാനം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച കണ്ടു. അവിടെ എത്തി നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഒരു ചായയും ഒരു സമൂസയും വാങ്ങി കഴിക്കുന്നുണ്ട്. വൈകിട്ട് 6 മണിക്ക് നമ്മൾ ട്രെയിനിൽ കയറിയതാണെങ്കിലും പുലർച്ചെ 1 മണിയായപ്പോൾ തന്നെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ അധികം ആളുകൾ ആരും കാണുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ സീറ്റിൽ ഇരുന്നും കിടന്നും നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 3 മണിയാവാറായിട്ടുണ്ട്. അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ റെസ്റ്റ് റൂമിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. നടന്ന് നമ്മൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ബസ് കയറി പോകണം. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ KSRTC വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം 2-2.5 മണിക്കൂറത്തെ ബസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. അതെ ഫ്രണ്ട്സ്, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ കേരളത്തിൽ പ്രസിദ്ധി നേടിയിട്ടുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണകാശി എന്നും വിളിക്കാറുണ്ട്. പ്രധാനമായും 2 ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ക്യൂവിലാണ് നിൽക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ട് ഇവിടെ. അതുമാത്രമല്ല, തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ധാരാളം തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ എത്താറുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ പാലം കടന്നിട്ട് വേണം പോകാനായിട്ട്. അതിൻ്റെ സൈഡിലായിട്ട് ബാവലിപ്പുഴയിൽ ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട്. ആ പുഴയിൽ കുളിച്ച് ഈറനോടെയാണ് മിക്ക ഭക്തരും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. മിക്ക ആളുകളും അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലുള്ള ശിവലിംഗം സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇളനീര് കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. പുരാണങ്ങളിൽ പറയുന്നത് പോലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ഒരു വൈശാഖ നാളിലാണ് ദക്ഷൻ യാഗം നടത്തിയത്. പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. കോപാകുലനായ ശിവൻ ജട പറിച്ചു നിലത്തടിക്കുകയും അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും അവതരിക്കുകയും ചെയ്തു. ഭദ്രകാളിയോടും ഭൂതഗണങ്ങളോടുമൊപ്പം വീരഭദ്രൻ യജ്ഞശാലയിലേക്ക് ഇരച്ചു കയറി. ഭദ്രകാളി ദക്ഷന്റെ യാഗശാലയും പരിസരവും തകർത്ത് തരിപ്പണമാക്കി. ആ സമയം വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയറുത്തു. യാഗം അപൂർണമായി തീരുന്നത് ലോകത്തിന് നല്ലതല്ലെന്ന മഹർഷിമാരുടെ അഭ്യർത്ഥനയാൽ മഹാദേവൻ ഒരു ആടിൻ്റെ തലവെച്ച് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി. സതീവിയോഗത്തിൽ ദുഃഖിതനായ മഹാദേവൻ സതിയുടെ ശരീരവുമായി അലയാൻ തുടങ്ങി. പിന്നീട് മഹാദേവൻ തപസ് അനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി. അങ്ങനെ കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്യരുടെ വാസസ്ഥലമായി. ഒരു കുറിച്യ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിലുരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ഇതറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതി കൂവയിലയിൽ കലശമാടിയത്രേ. വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യർ ആണെന്ന് പറയപ്പെടുന്നു. വയനാട് ജില്ലയിലെ മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഈ വാളുകൊണ്ടാണ് വീരഭദ്രൻ ദക്ഷനെ കൊന്നത് എന്നാണ് വിശ്വാസം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന യാഗശാലകളെല്ലാം മുളങ്കമ്പുകളും പനയോലകളും കൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ളതാണ്. തിരുവഞ്ചിറ എന്നു പേരുള്ള വലിയൊരു തടാകത്തിൻ്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത്. ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത്. തുമ്പയും തുളസിയും കൂവളത്തിലയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിനുള്ള ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെയുള്ള 27 നാളുകളിലാണ് പ്രസിദ്ധമായിട്ടുള്ള വൈശാഖ മഹോത്സവം നടക്കുന്നത്. ചരിത്രപരമായിട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് കടന്നുപോകൽ ചടങ്ങുകൾ നടത്തുന്നതിന് കട്ടൻ രാജാവിന്റെ അനുമതി ആവശ്യമുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളവിടെ കുറച്ചു നേരം നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു മടങ്ങുകയാണ്. താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് വഴികൾ കാണാൻ സാധിക്കും. എല്ലാ വർഷവും പോലെ തന്നെ മഴക്കാല സമയത്ത് നടത്തുന്നതിനാൽ ബാവലിപ്പുഴയ്ക്ക് അടിയൊഴുക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുഴയിലേക്ക് ഇപ്പോൾ ആരെയും ഇറക്കുന്നില്ല.
ആ കാണുന്ന ബാവലിപ്പുഴയുടെ കുറുകെയുള്ള ഈ പാലം കടന്ന് ഇക്കരെ എത്തിയാലാണ് നമുക്ക് യാഗം നടന്ന സ്ഥലങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. ഈ പുഴയിൽ അടിയൊഴുക്ക് കൂടുതലായതിനാൽ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കല്ലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ ക്യൂ നിന്നിട്ട് പാലം കടക്കുന്നുണ്ട്. ഈ പാലത്തിന് അപ്പുറം നോക്കി കഴിഞ്ഞാൽ വേറൊരു പാലം കാണുന്നുണ്ട്. ആ പാലത്തിലെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് യാഗഭൂമിയിൽ താൽക്കാലികമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളുടെ അടുത്തേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ചെരുപ്പുകളും ലഗേജുകളൊക്കെ വെക്കാനായിട്ട് ആ പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. വർഷത്തിൽ 27 ദിവസം മാത്രം നടക്കുന്ന മഹോത്സവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ പാലത്തിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മൾ കുറച്ചു മുമ്പ് കടന്നു വന്ന പാലത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ യാഗഭൂമിയിൽ പ്രദക്ഷിണം വെക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഏകദേശം രാവിലെ 10 മണിയാകുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളും ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയതിൻ്റെ കഴിഞ്ഞ ദിവസം കുറച്ച് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഈ പുഴയിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നവർ ഈ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് ഇതുപോലെ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അങ്ങനെ നമ്മൾ നേരത്തെ ക്യൂവിൽ കടന്നു പോയിട്ടുള്ള പാലമാണ് ആ അറ്റത്തായിട്ട് കാണുന്നത്. ഇപ്പോൾ തിരിച്ചു പോകുന്നത് വേറൊരു പാലത്തിലൂടെയാണ്. നദിയുടെ പടിഞ്ഞാറക്കരയിലുള്ള ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖ ഉത്സവത്തിന്റെ 27 ദിവസം ഒഴികെ വർഷം മുഴുവനും ഇത് തുറന്നിരിക്കും. ഏകദേശം 80 ഏക്കർ വിസ്തൃതിയുള്ള ഒരു പുണ്യകാവിന് നടുവിലുള്ള ഇടതൂർന്ന വനപ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാദേവ സ്വയംഭൂലിംഗം കണ്ടെത്തിയതിനു ശേഷമാണ് തൃച്ചേരുമന ക്ഷേത്രം നിർമ്മിച്ചത്. അതുപോലെ തന്നെ കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമായതും കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്നതുമായിട്ടുള്ള ഓടപ്പൂക്കൾ. കൊട്ടിയൂർ അമ്പലത്തിനടുത്ത് തന്നെയുള്ള ഓടക്കാടുകളിൽ നിന്നാണ് ഓടപ്പൂ നിർമ്മിക്കുന്നതിനുള്ള കോലുകൾ വെട്ടിയെടുക്കുന്നത്. ഭൃഗുമുനിയുടെ നരച്ച വെളുത്ത താടിയെയാണ് ഓടപ്പൂ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് പല വലിപ്പത്തിലും നീളത്തിലുമൊക്കെ ഓടപ്പൂ നമുക്കിവിടെ കടകളിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇവിടെ നിന്ന് ഓടപ്പൂ വാങ്ങിയിട്ട് വീടുകളിലും വാഹനങ്ങളിലുമൊക്കെ തൂക്കിയിടാറുണ്ട്. അപ്പോൾ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഭക്തജനങ്ങൾ വാങ്ങിക്കുന്ന ഈ ഓടപ്പൂവ് അടുത്ത വർഷം വൈശാഖ മഹോത്സവം വരെ വീടിനുള്ളിൽ ഉണ്ടാകും. അതിനുശേഷം പുതിയത് വാങ്ങും. ഇത് വാങ്ങി വീടുകളിൽ വയ്ക്കുമ്പോൾ വാസ്തുദോഷവും കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളും ഇല്ലാതാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ഓടപ്പൂ വാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ രീതിയിൽ മഴ വന്നു. നേരെ ഓടി ബസ്സിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 3 മിനിറ്റോളം മഴ നനഞ്ഞിട്ടാണ് നമ്മൾ ബസ്സിൽ കയറിയത്. ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഴ മാറി തുടങ്ങിയപ്പോഴത്തേക്കും റോഡുകളിൽ ട്രാഫിക്കും വലിയ രീതിയിൽ തിരക്കുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പുണ്യസ്ഥലമാണ് കൊട്ടിയൂരിലെ യാഗഭൂമി. പ്രകൃതിയുടെ തന്നെ വേറിട്ടൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഉത്സവാശംസകൾ നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെയും ബൈ.